അതിനകത്ത് വെള്ളം നമുക്ക് നിറച്ചു കൊടുക്കുക. അമ്പൂട്ടനെ അവൻ നല്ലോണം കളിക്കുമെന്ന് പറഞ്ഞ് നിറച്ചത്. അതെ ഇവിടെ ഒരുത്തിയുടെ കോലം നോക്കി. ഇവിടെ ഒരുത്തെ ചട്ടമ്പി മര്യാദക്ക് തുടച്ചോ. അടുക്കള മൊത്തം വെള്ളപ്പൊക്കോ ഇതിന്റെ കാരണം. തന്തേക്കാ മോശം അഴുക്ക ചെറുക്കൻ. ഇതെങ്ങനെ കുളിപ്പിക്കാതെ മൊത്തം നനഞ്ഞ് രാവിലെ അമ്പൂട്ടനെ അമ്പൂട്ടിയാക്കിയതേ കൊണ്ടുവച്ചിരിക്കുന്നു. 6 രൂപ കൊച്ചിന് ഈ കോല കെട്ടിച്ചത്. അടിയുടെ ആടടാ ഇത്. ഡാൻസ് ഡാൻസ് ഇവിടെ ആടാ അമ്പൂനെ ഇങ്ങനെ ചെയ്തേ. ഡാൻസ് ഡാൻസ് ഇങ്ങനെ ആരാ അമ്പൂനെ ഇങ്ങനെ ആക്കിയേ. അച്ഛനെ ഉറക്ക്. ഉറക്ക്. അമ്മനിപ്പോ പ്രിയപ്പെട്ടൊരു പാട്ടുണ്ട്, അത് കേട്ടാ ഫുള്ള് ചിരിയാ. കോണിച്ചല്ല കുഞ്ഞിച്ചിവ. ഹേ ഗായ്സ്, അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പൊ എന്തായാലും നമ്മളിതേ പുതിയൊരു സ്കൂട്ടി വാങ്ങിയില്ല. ഗെറ്റപ്പ് ഇന്നൊരു ചേതക്ക് എന്ന് പറയുന്ന സ്കൂട്ടിയുടെ ഒരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അതെ, പഴയ ചേതക്ക് എന്താ അടിപൊളിയായിരുന്നില്ലേ. പുതിയ ചേതക്കും കൊള്ളാം, എന്നാലും എനിക്ക് പഴയ ചേതക്കിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാല്ലേ. ഇത് കൊള്ളാം കേട്ടോ. ഇപ്പൊ EVയുടെ യുഗമായതുകൊണ്ട് ഇത് EVയാണ്. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓണത്തിനുള്ള എല്ലാവിധ സാധനങ്ങളും, നമുക്ക് ഓണം ഇല്ലെങ്കിലും ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. വീട്ടു സാധനം വാങ്ങി. പക്ഷെ ഓണത്തിന്റെ ഓഫറിലെ സാധനം വാങ്ങിച്ചത് ഒന്നിച്ച് വാങ്ങാം. ഇന്നൊരു ചാക്ക് സാധനം, അതും ഈ സ്കൂട്ടിക്കകത്ത് കൊണ്ടുവരുന്നത് വന്ന ടാസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, നൈസായിട്ട് കൊണ്ടുവന്നു നമ്മളല്ലേ. അതെ അതെ, ഇതിനകത്തും ഉണ്ട് ഫ്രൂട്ട്സ്, ബാക്കി സാധനങ്ങളെല്ലാം. അയ്യോ, ഈ കാറും കൊണ്ട് പോകുമ്പോൾ നമ്മൾ അറിയത്തില്ല കേട്ടോ ഒരു ബുദ്ധിമുട്ടേ ഇന്ന്. അതുകൊണ്ട് അത് ഗൈസ്, അത് മാത്രമല്ല നമ്മളിന്ന് വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയെ വാങ്ങിച്ചിട്ടുണ്ട്. ജോലിക്കാരിയെന്നോ ജോലിക്കാരനെന്നോ എന്ത് വേണേലും പറയാം. കുറെ നാളായിട്ട് മൃദുല എൻ്റെ അടുത്ത് പറയുന്നൊരു പരാതിയാണ്, ഏട്ടാ ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് എനിക്ക് തൂക്കാനും തുടയ്ക്കാനുമാണ്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് കുറേ കാര്യങ്ങളിൽ ഞാൻ ആ സമയം വിനിയോഗിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു വീട്ടു ജോലിക്കാരനെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വിഷമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റോബോട്ടിന്റെ വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഇനി എവനായിരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് പണിയെടുപ്പിക്കുന്നത്. ഇത് ഒറ്റ ചാർജില് 3250 സ്ക്വയർ ഫീറ്റ് ഒറ്റ ചാർജ് ക്ലീൻ ചെയ്യുവേ. ബൈ ദ ബൈ, ഇത് നോട്ട് എ പ്രൊമോഷൻ ഗൈസ്. ഇത് വേറെ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോ, ഈ ബ്രാൻഡ് നമ്മൾ വാങ്ങണമെന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പൊ ഇത് ഞാൻ ആമസോണിൽ നോക്കിയിട്ട് കുറച്ച് റേറ്റിംഗ് ഉള്ളത് ഇതായിരുന്നു. ഇന്നത്തെ രാവിലത്തെ ദിവസം കൊണ്ട് ഓട്ടത്തോട് ഓട്ടമാ. ഷൂട്ടിന്റെ തിരക്ക്. നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോയിട്ട് രാവിലെ തുടങ്ങിയത് വൈകിട്ടായപ്പോഴാണ് തീർന്നത്. നമ്മൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് ട്രൈപോഡൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, അതുകൊണ്ട് തന്നെ മൃദുല അതുപോലെ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതിൽ കൂടെ അവള് ട്രൈപോഡ് വെക്കാൻ കയറണം ഇറങ്ങണം. പിന്നെ ഇത്രയും വലിയ കമ്മലിട്ടുണ്ട് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അതാണ്ട് ഇവിടെ ചുമന്ന് കേട്ടോ, കഷ്ടം. അങ്ങനെ രാവിലെ തുടങ്ങിയ ഷൂട്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പോയി ഊണ് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, അമ്മ ഇത്ര നേരം കുഞ്ഞിനെ നോക്കുമായിരുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ റോബോട്ട് കുട്ടപ്പനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്നെ കാണാവോ? അതിന്റെ പരാതി തീർന്നേ, കുറെ നാൾ കൊണ്ട് നോക്കട്ടെ. അതുപോലെ അങ്ങനെ ഒരു വർത്തമാനം വർക്കാവാതിരിക്കും. പക്ഷെ ഇതിന്റെ ഉണ്ടല്ലോ പല പ്രൈസിലുള്ള ഉണ്ട് കേട്ടോ. ഇത് ഒരു ബേസിക് വെർഷൻ ആണ്. ബേസിക് എന്ന് പറയുമ്പോൾ മീഡിയം. ഇതിനും കൂടിയതുണ്ട്. അത് മതി. പിന്നെ ചോറ് വാരിത്തരും, ഡ്രസ് ഇട്ട് തരും. പിന്നെ പൊങ്ങൂല. ഏട്ടനെ ഒട്ടും പൊങ്ങൂല. എന്നെ ഒട്ടും പൊങ്ങൂല. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ, ചിലര് കുഞ്ഞുങ്ങളെ ഈ റോബോട്ടിന്റെ വണ്ടിയിൽ എടുത്ത് കിടത്തിയേക്കും. ഈ റോബോട്ട് നീങ്ങുമ്പോ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നീങ്ങി പോലെ.
ഇതാണ് നമ്മളെ ഐറ്റം ഇക്കോവാക്സ്. ആ PS5 ഇതേ കളറാ, ഇതേ കണക്കൊരു പിടിയുണ്ട്. പണി ചെയ്തിനെ നമ്മൾ പണി ചെയ്യിപ്പിക്കും, അത് വേറെ കാര്യം. ആദ്യം നമ്മൾ സാധനം എടുക്കട്ടെ. വെയിറ്റ് ഉണ്ട് കേട്ടാ, അത്ര വെയിറ്റ് ഇല്ലേ, വെയിറ്റ് ഇച്ചിരി ഉണ്ട്. ഇതാണ് ചാർജിങ് സ്റ്റേഷൻ. വലിയൊരു അത് വില കൂടുതലാ, അതിനകത്ത് പൊടി കേറും. അത് വില കൂടുതല്, ഇതിനകത്ത് പൊടി കയറൂലേ? ഇത് പൊടി കേറും, അതിനകത്ത് ആ ബോക്സിനകത്തോട്ട് പൊടി കയറും. കൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് ആ ബോക്സ് കൊണ്ട് കളഞ്ഞാൽ മതി. ഇത് നമ്മൾ ഇത് ക്ലീൻ ചെയ്യണം. ഇത് പ്ലഗ് ഇവിടെ കുത്തി ചാർജ് അത് 40-50 രൂപയൊക്കെ ആവും കഴിക്കുന്നത്. അത് ഭയങ്കര വിലയാണ്. ഇത് അത്രയും വേണ്ട, മീഡിയം ലെവലിൽ മതി കേട്ടോ. ഇത് ചാർജ് കുത്തിയിട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഫോണുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പണി ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ ഫിൽറ്റർ ഒക്കെയാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്യൂച്ചറിൽ ഇളക്കി ക്ലീൻ ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ കേട്ടോ. ഇത് നമ്മളെ ഫിൽറ്ററാണ്, ഇതൊക്കെ ഊരി ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുന്ന കാണിച്ചൂടെ എവിടെയാണ്. ഇത് വെള്ളം നിറയ്ക്കാനായിട്ടുള്ള സംഭവം. വെള്ളം അത്യാവശ്യം കൊള്ളും, പക്ഷെ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കും ഇത് ക്ലീൻ ചെയ്യാൻ. ഇത് അത്ര വെള്ളമൊന്നും വേണ്ട, ലിക്വിഡ് മണം വേണമെങ്കിൽ ലിക്വിഡ് ഒഴിച്ചാൽ മതി. പക്ഷെ നോക്കണം കേട്ടോ, ഈ പാഡ് നനയുന്നുണ്ട്, ചെറുതായിട്ടൊരു ലൈറ്റ് നനവുണ്ട്. അടിയിൽ നമ്മൾ പാഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. You can edit your map, create virtual. മാപ്പ് സെറ്റ് ആവുന്നതാണ്ടേ ഓട്ടോമാറ്റിക്കലി നമ്മളെ വീടിനനുസരിച്ച് മാപ്പ് സെറ്റ് ക്ലീൻ ആവുന്നത്. ഇടിക്കൂല, സെറ്റ് ഇടിക്കൂല. ചുറ്റ് സെൻസർ ഉണ്ട്, തുടച്ചു പോയി. വെട്ടത്തോട്ട് കൊണ്ടുവാ, സ്കാൻ ചെയ്ത് പോവാ സാധനം. അടിപൊളി കേട്ടോ. ഇനി ഒന്നുകൂടി വരുമായിരിക്കും. എനിക്ക് തൂക്കുന്ന വേറെ തുടക്കുന്ന വേറെ അങ്ങനെയാണോ? അല്ലല്ലോ, അറിയാൻ വയ്യരി, രണ്ടും ഒരുമിച്ച് ചെയ്യുമായിരിക്കും, അറിയത്തില്ല. അമ്മയുടെ ജോലിക്കാരിയത്, അമ്മയുടെ ഹെൽപ്പർ. ചെറുതായിട്ട് തട്ടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ, എന്റെ അടിയിൽ കേറുന്നുണ്ട് കേട്ടോ. ആ ഒരു സാധനം കണ്ടോ, ഒരു ഉണ്ട മേലത്തെ, അത് സെൻസ് ചെയ്താണ്, അത് തട്ടുന്നിടത്തോട്ട് കേറത്തില്ല. അത് കണ്ടോ അത് നോക്കിയിരിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കാൻ എടുക്കാണല്ല, ഉറുമ്പ് പോകുന്ന പോലല്ലേ അതും പോകുന്നേ. ഓ പേടി, റോബോട്ടിന് പേടി. ചില പിള്ളേരെ എങ്ങനെയാണെന്ന് ഇതിന്റെ മണ്ട ഇരുട്ടുന്നത്. ഇവിടെ ഇത് ക്ലീൻ ചെയ്ത കേട്ടോ, അടിപൊളി. ഇത് ഒരു വട്ടം ഒരു സ്റ്റെപ്പ് വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ചെയ്തെടുത്ത് തന്നെ ഒരു വട്ടം കൂടി വരും, അപ്പോഴേ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തു. ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത സ്ഥലം കേട്ടോ. കണ്ടോ അവിടെ കണ്ടോ, ഇവിടെയൊക്കെ നല്ല അടിപൊളി ക്ലിയർ ആക്കി. സാധനം കൊള്ളാൻ കേട്ടോ, നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മളെ കൈ പോലും എത്താത്ത സ്ഥലത്ത് ഇത് കയറി. ഇതിപ്പോൾ ടേബിളിനടിയിലൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും. സാധനം നോക്കി, നമ്മൾ കയറാത്തടുത്ത് ഞാൻ വിചാരിച്ച സെൻസർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കയറത്തില്ലായിരിക്കുന്നു, പക്ഷേ എല്ലാം മുക്കും മൂല ചെയ്ത് ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മൾ ചാർജ് കുറവാണ് കേട്ടോ, 23% ഉള്ളൂ. വാങ്ങിച്ചിട്ട് നമ്മൾ ഏതൊരു ഇലക്ട്രോണിക്സ് ആണെങ്കിലും കുറച്ച് കുത്തിയിടണമല്ലോ. അപ്പോൾ നമുക്കത് റിട്ടേൺ ടു സ്റ്റേഷൻ അടിക്കാൻ കറക്റ്റ് അതിലൊന്ന് കയറുമെന്ന് നോക്കേ. നമ്മൾ അവിടെയാണ് അതിൻ്റെ ചാർജിങ്ങിൻ്റെ സ്റ്റേഷൻ വെച്ചേക്കുന്നത്. സോ നമുക്ക് റിട്ടേൺ ടു സ്റ്റേഷൻ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇപ്പോൾ നിർത്തുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ. അതിനകത്ത് റിട്ടേണിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരിത് വന്ന് ഇവിടെ സാധനം കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആഹാ, അയ്യോ ഇല്ല ഇടിച്ചു നിന്നു. കറങ്ങി പോവോ? അവിടെ സെറ്റ്, അവിടെ ഇടിച്ചപ്പോ അത് കറങ്ങി പോയേട്ടാ. നോക്കാം ഇടിക്കുമ്പോ അത് കറങ്ങി പോകും കേട്ടോ. തിരിച്ച് നമുക്ക് അതാണ് കയറുമോ നോക്കേ. എന്റെ മോനെ, സ്റ്റാർട്ടിങ് ചാർജിങ്. അടിപൊളി സാധനം കേട്ടാ, സെറ്റ് സാധനം ഗൈസ്. എന്റെ മോനെ നീറ്റ് ഗൈസ്. അത് അതിന്റെ അടിയിലെല്ലാം ക്ലീൻ ചെയ്തു, ടേബിളിന് അടിയിലെല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. ഹേ ഗൈസ്, അപ്പോ ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. വേറൊന്നുമല്ല, അങ്ങോട്ട് ഇന്ന് വാക്സിൻ എടുക്കാൻ പോവാ. 9ാം മാസത്തെ വാക്സിൻ. 9ാം മാസത്തെ 8ാം മാസത്തെ വാക്സിൻ ആണ്. 9ാം മാസം പൂർത്തിയായിട്ട് 10ാം മാസം തുടങ്ങുന്നത്. എത്ര ഇഞ്ചക്ഷൻ ആയിരുന്നു? നിന്റെ തീരും കേട്ടോ, നിന്റെ ഇപ്പൊ ശരിയാവേ.
ആ 5 ഇഞ്ചക്ഷനെല്ലാം എടുക്കും തോന്നി. ഞാൻ കാണത്തുമില്ല, കണ്ടു നിക്കത്തുമില്ല. ഞാനേ കണ്ണടച്ചായിരിക്കുന്നത് പിടിച്ചു കൊടുത്താല്. എന്റെ കുഞ്ഞിന് നല്ല ആക്റ്റീവായിട്ട് ഇരുന്നതാണ് ഇന്നെല്ലാം. അയ്യോ ഇനി ചൂടായിരിക്കും, ബുദ്ധിമുട്ട് കാണും. ഇനി പിന്നെ എന്നിട്ട് കൈക്ക് റെസ്റ്റ് ഇല്ല. അവ ഇനി എന്റെ അടുത്തൊന്നും മാറത്തില്ല, നിർബന്ധമായിരിക്കും. ആ കാര്യം പറ, അറിയാം. വ്ലോഗ് എടുത്ത് ഫോൺ എടുത്ത് വെച്ചിരുന്ന വ്ലോഗിലാണ്. ഈ വാക്സിൻ ഇങ്ങനെ എടുക്കണം നിർബന്ധമാണോ? പക്ഷെ ചിലര് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ എടുക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എല്ലാരും എടുക്കണം, കുഞ്ഞുങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരാതെ. പിന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇതുവരെ ഒരു വാക്സിൻ പോലും എടുത്തിട്ടില്ല എന്ന് ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ്, ഒരുപാട് കമന്റ് കുത്തി കരഞ്ഞ് ഉപ്പാട് വന്നേ. അയ്യോ 4 എണ്ണം ഗൈസ് കുത്തിയത്. കൈ 2 എണ്ണം, കാലി 2 എണ്ണം. 2 കൈയിലും 2 കാലയിലും. പിന്നെ വൈറ്റമിൻ എന്റെ ഒരു ഡ്രോപ്പും ഉണ്ടായിരുന്നു. ഇനി 1.5 വയസ്സിലുള്ള കേട്ടോ. ഞാൻ വെളിയിലിരുന്നവന്റെ വിളി കേട്ട് ഗൈസ്. അയ്യോ എന്തോ വിളിയായിരുന്നു അറിയോ? അതെ, പിടിക്കുമ്പോഴേ വിളിച്ചു. അതല്ല ഇപ്പൊ അവന് ഇച്ചിരി നിർബന്ധം ഉണ്ട് നമ്മുടെ കൂടെ ഇല്ലേ. അവന് തറയത്തില് പിടിച്ചപ്പോഴേ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ കുത്തിയപ്പോ പിന്നെ പറയണ്ട, ശ്വാസം പിടിച്ചു കരയുമായിരുന്നു കുത്തിയപ്പോ. അതല്ല ഇനി എത്ര മാസത്തില? 1.5 വയസ്സില് 16 മാസത്തിലെ. അവിടെ അങ്ങോട്ട് കൊണ്ടിരുത്തിയപ്പോഴേ ഭയങ്കര കളി. അവിടുത്തെ സിസ്റ്റർമാരടുത്തൊക്കെ ഭയങ്കര കളി. എന്തുവാ, എവിടെ പോവാ, ഇഞ്ചക്ഷൻ കുത്തുവാ. ഇച്ചിരി കഴിഞ്ഞേ അവരെ നോക്കുമ്പോഴേ അങ്ങ് തിരിയുന്നു. അറിയാലോ അവരെ കുത്തിവെച്ചത്. കുട്ടിയാകുമ്പോ അയ്യോ നമ്മുടെ ഈ ഒരു വ്ലോഗും ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. റെസ്റ്റ്. ഇനി 2 ദിവസത്തേക്ക് ഇനി വീഡിയോ എടുപ്പ് ഒരു പരിപാടി നടക്കത്തില്ല. അമ്പൂട്ടിന് പുറകെ ഇങ്ങനെ നടക്കണം. കാരണം ഇനി ഇതിന്റെ എഫക്ട് 2 മണിക്കൂർ കഴിഞ്ഞേ അറിയത്തുള്ളൂ. അതല്ല, ഇപ്പൊ പാരസെറ്റമോളിന്റെ മരുന്ന് തന്ന് 4 ml വെച്ച് 6 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാനിപ്പോ അവിടെ വെച്ച് തന്നെ ഇച്ചിരി 4 ml കൊടുത്തു. ഇനിയിപ്പോ 7 മണിക്ക് കൊടുക്കണം. അപ്പം ബൈ ഗൈസ്, ലവ് യു. അപ്പൊ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. നമ്മൾ തിരിക്കും.